Now we shall derive the equations of motion for uniformly accelerated motion. അപ്പോൾ ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ എന്നുള്ള ഒരു കേസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ ബോഡി travels in equal velocities in equal time intervals, if the change in velocity is the same in the same intervals of time, then we can say the body is performing uniform acceleration. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂണിഫോം ആക്സിലറേഷൻ ആയിട്ടുള്ള ഒരു കേസിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യൂണിഫോം ആക്സിലറേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി exerted by the earth on all bodies which are falling downwards. ഇപ്പോൾ നമ്മളൊരു സാധനത്തിനെ ഇപ്പോൾ ഈ ചോക്കിനെ താഴേക്ക് ഇടുകയാണെങ്കിൽ ആദ്യം ഇനീഷ്യലി ദ വെലോസിറ്റി ഈസ് 0 അല്ലേ? ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്താവും? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആവും. 2 സെക്കൻഡ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഇതാണ് വെലോസിറ്റി. 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് 19.6 മീറ്റർ പെർ സെക്കൻഡ് ആവും. 9.8 എന്നുള്ളതിന് നമുക്ക് 10 എടുക്കാം. അപ്രോക്സിമേറ്റ്ലി ഇത് 20 മീറ്റർ പെർ സെക്കൻഡ്. 19.6നെ 20 നടത്തും. 3 സെക്കൻഡ് കഴിയുമ്പോൾ അത് 30 ആവും. 4 സെക്കൻഡ് കഴിയുമ്പോൾ 40 ആവും. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ആദ്യം 0 ആയിരുന്നു വെലോസിറ്റി ഈസ് ഗോയിങ് ഓൺ ഇൻക്രീസിങ് വെൻ ഇറ്റ് ഫോൾസ് ഡൗൺ ബിക്കോസ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഓഫ് എർത്ത്. അപ്പോൾ ഓരോ സെക്കൻഡിലും വെലോസിറ്റി എത്ര വെച്ച് കൂടുന്നുണ്ട്? 10 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് വെലോസിറ്റി 10 മീറ്റർ, വളരെ അക്യുറേറ്റ് ആയി പറഞ്ഞാൽ അത് 9.8 ആണ്. പക്ഷെ നമുക്കൊരു ആവറേജിൽ പറയുമ്പോൾ ഒരു 10 മീറ്റർ വെച്ചിട്ട് ആദ്യത്തെ ഒരു സെക്കൻഡിൽ 10 മീറ്റർ കൂടി, പിന്നത്തെ ടൈം ഓരോ ടൈം 1 സെക്കൻഡിലും ടൈം ഇൻ്റർവെൽ 1 സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് വെലോസിറ്റി കൂടി വരുന്നു. അപ്പോൾ ഇവിടെ ദ ബോഡി ഈസ് having uniform acceleration. A particle is said to move with uniform acceleration if its velocity changes equally. Here the velocity is changing equally in equal intervals of time. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് കേസ് ആയിട്ടുള്ള യൂണിഫോം ആക്സിലറേഷനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് ഓഫ് മോഷനാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പോൾ ഒരു ബോഡിൻ്റെ വെലോസിറ്റി ആദ്യത്തെ ഇനീഷ്യൽ ടൈം 0-ൽ സപ്പോസ് ദ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. യു എന്നെടുക്കാം. ചില ബുക്കുകൾ അത് V0 എന്നെടുത്തിട്ടുണ്ടാവും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ സപ്പോസ് ദ വെലോസിറ്റി ഈസ് യു ആൻഡ് അറ്റ് ലേറ്റർ ടൈം t ഈക്വൽ ടു t എന്ന് എടുത്തു. ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് v. Then we know acceleration is equal to change in velocity by time interval. അതായത് തുടക്കത്തിലെ വെലോസിറ്റി u ആണ്, ഫൈനൽ വെലോസിറ്റി v ആണ്. Let final, this is the initial value. So final value minus initial value divided by final time minus initial time. So acceleration is equal to v minus u by t cross multiply ചെയ്യുക. a into t equal to v minus u or v equal to ഈ മൈനസ് യുവിനെ ഇപ്പുറത്തേക്ക് എടുത്തു, ഈ സൈഡിലേക്ക് എടുത്തപ്പോൾ പ്ലസ് യു ആയി. v equal to u plus at. അപ്പോൾ ഈ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ എഴുതുന്നതാണ്. ആക്സിലറേഷൻ ഈസ് വെലോസിറ്റി ബൈ ടൈം എന്ന് വെച്ചിട്ടാണ് v equal to u plus at എന്ന് എഴുതുന്നത്. So this is the v equal to u plus at is the velocity time relation. Now we shall derive the second equation of motion. Second equation is displacement time relation. ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം റിലേഷൻ. അപ്പോൾ ഇത് ഗ്രാഫിക്കലി നമുക്ക് ഡിറൈവ് ചെയ്യാം. ഫസ്റ്റ് വി ആർ ഡ്രോയിങ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിൻ്റെ യൂണിഫോം ആക്സിലറേഷൻ പറയുമ്പോൾ
we can draw the graph for uniformly accelerated motion ആണ് നമ്മൾ വരയ്ക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ പറയുമ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടി വരുന്നു അല്ലേ. ഇപ്പോൾ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിൻ്റെ നമ്മൾ പറഞ്ഞു ടൈം ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ആദ്യം വെലോസിറ്റി 10 മീറ്റർ/സെക്കൻഡ് ആണ്, രണ്ടാമത്തെ സെക്കൻഡ് അത് 20 മൂന്നാമത്തെ സെക്കൻഡ് 30 മീറ്റർ/സെക്കൻഡ്. അങ്ങനെ ടൈം കൂടുന്നതിനനുസരിച്ച് velocity of the body is going on increasing. So let this be the graph. Velocity time graph ആണ് വരയ്ക്കേണ്ടത് കേട്ടോ. Velocity time graph for a body with uniform positive acceleration. Initial time t equal to 0. ആദ്യം നമ്മൾ നോക്കുന്ന സമയം t0 the velocity is u. ഇനി ഒരു later time t എന്നുള്ള later ടൈമിൽ the velocity of the body is v. Now we are going to find the area under velocity time graph. Area എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള ഇത് ഫുള്ളായിട്ടുള്ള ഗ്രാഫിൻ്റെ താഴെയുള്ള ടോട്ടൽ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്, ഈ ലൈനാണ് ഗ്രാഫ്. ഈ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ആക്കുന്നു. ദിസ് ഇസ് ഒറിജിൻ. ഈ ട്രയാങ്കിൾ എ ബി സി നിർത്തും. അപ്പോൾ എ ബി സി എന്നുള്ള ട്രയാങ്കിളുടെ ഏരിയ പ്ലസ് ഒ എ സി ഡി നിർക്കുന്നു ഇവിടുത്തെ സിമ്പിള്. സോ ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് area of rectangle OACD. അല്ലേ, OACD എന്നുള്ള റെക്റ്റാങ്കിളുടെ ഏരിയയും കൂടെ ആഡ് ചെയ്യണം. Now what is the area of triangle? Area of triangle നമുക്കറിയാം ഹാഫ് BH ആണ്. മറ്റേ റെക്റ്റാങ്കിളുടെ പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു ബി പറയുന്നത് ഈ ഡിസ്റ്റൻസ് AC, half into AC into height BC plus rectangle OD എന്നുള്ള ലെങ്ത് ഇൻറ്റു CD. OD ഇൻറ്റു CD എന്ന് എഴുതാം, അല്ലെങ്കിൽ OA എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AC എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ് അല്ലെ, ടി ആണത്. 0 തൊട്ട് ടി വരെയുള്ള ടൈമാണ്. പിന്നെ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൻ്റെ വാല്യൂ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബി, ദാറ്റ് ഈസ് വി. ഒ ബി പറയുന്നത് വി ആണ്. ഇനി സി എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ യു ആണ്. അപ്പം നമുക്ക് വേണ്ടത് ബി സി ആണ്. സോ ദാറ്റ് ഈസ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് വി മൈനസ് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് യു. So the value of BC എന്ന് പറയുന്നത് V minus U ആണ്. V minus U BC plus OD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടൈം T ആണ് ഇൻറ്റു OA എന്ന് പറഞ്ഞാൽ അത് U ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ BC എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് പറയുന്നത് V minus U ആണ്. ഇനി from the first equation of motion, what is V minus U? First equation of motion നമുക്കറിയാം V equal to U plus AT. So V minus U എന്ന് പറയുന്നത് AT ആണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് T ഇൻറ്റു AT പ്ലസ് UT. അപ്പോൾ ഇതെന്തായി? ഹാഫ് A ഇൻറ്റു T സ്ക്വയർ, half AT square plus UT. അല്ലേ. Now area under velocity time graph എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ചെയ്യേണ്ടത്. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ രണ്ട് ക്വാണ്ടിറ്റീസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ.
സോ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ഇവിടെ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. യെസ്. സോ അവർ ഇക്വേഷൻ ബിക്കംസ് S is equal to ut plus half at square. S is equal to displacement S is equal to ut plus half at square. ഈ യൂണിഫോം പോസിറ്റീവ് യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ച ഗ്രാഫ് ഏതാണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. എന്നിട്ട് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം, അത് ഓർമ്മ വയ്ക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി. അപ്പോൾ ആ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ലീഡ്സ് us ടു ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട ഗ്രാഫ് ഏതാണ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുക പറയുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഏരിയ വെലോസിറ്റി ഇൻറ്റു ടൈം, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ.